നിങ്ങൾ ഒരത്ഭുതമായിരിക്കുന്നത് നിങ്ങളുടെ കഴിവുകൊണ്ടല്ല, മറിച്ച് നിങ്ങളെ താങ്ങുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ കൊണ്ടാണ്. നമ്മുടെ വിജയങ്ങളിലും ജീവിതത്തിലെ ഉയർച്ചകളിലും പലപ്പോഴും നാം നമ്മുടെ കഴിവിനെ പ്രശംസിക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ നമ്മെ വീണു പോകാതെ കാക്കുന്നതും മുന്നോട്ട് നയിക്കുന്നതും ദൈവത്തിൻ്റെ അളവറ്റ കൃപയാണ്. ദൈവത്തിന് പ്രകാരം പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം. നാം ബലഹീനരാകുമ്പോൾ നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ് ദൈവകൃപ. നമുക്ക് അർഹതയില്ലാത്തത് ദൈവം നമുക്ക് നൽകുന്നതാണ് കൃപ. നമുക്ക് അർഹമായ ശിക്ഷ ദൈവം നൽകാതിരിക്കുന്നതാണ് കരുണ. നമ്മുടെ മിടുക്കുകൊണ്ടല്ല നാം ജീവിക്കുന്നത്, മറിച്ച് ഓരോ ശ്വാസവും ദൈവം നൽകുന്ന കരുതലിലാണ്. നാം ഒരു അത്ഭുതമായിരിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ താങ്ങുന്നത് കൊണ്ടാണ്. നമ്മുടെ ബുദ്ധിയോ കഴിവോ മാത്രമുണ്ടായിരുന്നെങ്കിൽ നാം പണ്ടേ തളർന്നു പോയേനെ. എന്നാൽ ദൈവകൃപ നമ്മെ ഓരോ പ്രതിസന്ധിയിലും ഒരത്ഭുതമായി നിലനിർത്തുന്നു. എൻ്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ നേട്ടങ്ങളിൽ ഒരിക്കലും അഹങ്കരിക്കരുത്, മറിച്ച് ഓരോ ദിവസവും നിങ്ങൾ അനുഭവിക്കുന്ന നന്മകൾക്കായി ദൈവത്തിന് നന്ദി പറയുക. നിങ്ങളുടെ ബലഹീനതകളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ നിങ്ങളെ ലോകത്തിന് മുൻപിൽ വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് അവതരിക്കുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.